ഇന്നാളല്ലേ നമ്മള് തെങ്ങ് കയറി പട്ടയ്ക്ക് വെട്ടിയത് ഇതാ ഇതേപോലെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. ഇന്ന് നമ്മുടെ രാവിലത്തെ കഞ്ഞിക്ക് ചീരയാട്ടാ. അപ്പോൾ നമുക്ക് ഒരു കഴിഞ്ഞ വീഡിയോയിൽ, അതിന് മുന്നത്തെ വീഡിയോയിലാന്ന് തോന്നുന്നു, കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്മിത രാവിലെ എന്താണ് വെക്കണേന്ന് നോക്കി മാത്രം ഇരിക്കണം ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് ചീരയാണ് അരിയണേ. നമുക്കറിയാം മഴക്കാലം വന്ന വലിയ കാര്യമായിട്ട് ചീരയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തോ കുറച്ച് ചുവപ്പ് ചീരക്കടകൾ നോക്കിയേ നല്ല ഇലകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇവർക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ചീരക്കടയ്ക്ക് നോക്കി എൻ്റെ ഇത്രയും ഉണ്ട് കേട്ടോ. ചുവപ്പ് ചീര നോക്കണം കേട്ടോ. എന്നിട്ടാണ് നല്ല ഇലയും കണ്ടാ, കേടൊന്നുമില്ല. എന്നാൽ ചെറിയ ചെടികളിമൊക്കെ ചെറുതായിട്ടൊരു ഓട്ടകൾ വന്നിട്ടുണ്ട്. അത് ഈ മഴക്കാലാകുമ്പോൾ ചീരകളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ഈ ഒരു മഴക്കാലത്തെ ടൈമിൽ നമുക്ക് കുറേ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും കേട്ടോ. കണ്ട ഇതേപോലെ അല്ലു, എൻ്റെ മോളിൽ നിന്ന് നീ ചെളിയിലേക്ക് ഇറങ്ങിയേ. അല്ലോ, ഞാൻ എന്നെ കാണണ്ടേ എപ്പോഴല്ലേ? ഞാൻ പറമ്പിലിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പം ഞാനിങ്ങോട്ട് കൊണ്ടുവരാണ്ടിരുത്തിയൊക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് സമയം നമ്മളെ കാണാണ്ടായപ്പോൾ ആൾ വന്നിട്ടുള്ളതാ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ നമ്മുടെ ചീര. അല്ലു ചളിയിലേക്ക് ഇറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞതല്ല അല്ലുവിനോട്. അപ്പം നമ്മളിന്ന് ചക്ക വരട്ടാനായിട്ടാ പോണത്. അപ്പം നമ്മുടെ ചക്ക നമ്മളന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ചക്കകൾ പഴുത്തു. അപ്പം എന്തായാലും ഇന്ന് ചക്ക വരട്ടാന്ന് വെച്ചു. ഒരു കഷ്ണം ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പം അത് ആദ്യം അങ്ങോട്ട് പറിച്ചിടാം. നിങ്ങൾ നീങ്ങിയിരിക്കട്ടെ, ഞാൻ അതനുസരിച്ച് ചെയ്യാം. നമ്മുടെ പണ്ടൊക്കെ ഞാനിവിടെ അമ്മയ്ക്കും പറഞ്ഞിട്ടുണ്ട്, ചക്കയും മാങ്ങയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞു എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ലാസ്റ്റത്തെ ചക്ക വറ്റലാട്ടെ ഈ വർഷത്തെ. ഇനി ഒരു വർഷം കഴിയണം നമുക്ക് ചക്ക വറ്റണമെങ്കിൽ. നമ്മൾ ചക്ക വരട്ടുമ്പോൾ എപ്പോഴായാലും ചക്കയുടെ ചവണി ഉണ്ടല്ലോ, ചുളയമത്തെ ചവണി എടുക്കില്ല. അതേപോലെ തന്നെ ചക്കക്കുരു, അതേപോലെ ചക്കക്കുരുടെ പോള, ഇതൊന്നും പെടാതെ വേണം കേട്ടാ ചുള പറിച്ചിടാനായിട്ട്. പിന്നെ നമ്മളെ ചക്ക വെട്ടുമ്പോഴേ എന്താ പറയുക, നമ്മുടെ കയ്യുമ്മ, അതേപോലെ വെട്ടുകത്തിയമ്മ, അതേപോലെ നമ്മൾ കത്തിയുമ്പൊക്കെ വെളിച്ചെണ്ണ പുരട്ടിയോളോ. ഞാനത് എപ്പോഴും കാണിക്കാറുള്ള കാരണമാണ് പെട്ടെന്ന് എടുത്ത് പറഞ്ഞില്ല. അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ.
നമ്മുടെ അല്ലു പിന്നെ അപ്പുറത്ത് കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവള് വൃത്തിയാക്കലാണ് അവളുടെ മെയിൻ ഹോബി. എപ്പോഴായാലും ഈ വൃത്തിയാക്കി കഴിഞ്ഞാൽ കിടന്നുറങ്ങും ആള്. അല്ലോ ഒന്ന് നോക്കിയ നീ ഫോണിലേക്ക്. എവിടെ കണ്ട തീരെ ശ്രദ്ധിക്കില്ല. അവൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളടുത്ത് പോണത് വർത്താനം പറയണത് ഒന്നും ശ്രദ്ധിക്കില്ല. അപ്പം നമ്മുടെ ചക്ക നന്നാക്കൽ കഴിഞ്ഞു കേട്ടാ. പക്ഷെ എൻ്റെ ചക്ക നന്നാക്കൽ കഴിഞ്ഞിട്ടും നമ്മുടെ അല്ലുവിൻ്റെ വൃത്തിയാക്കൽ അവിടെ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. കണ്ട എത്ര ടൈമാണെന്നറിയോ അവൾ എടുക്കുക വൃത്തിയാക്കാനായിട്ട്. അത്രയും വൃത്തിയിൽ നടക്കണതാട്ടോ നമ്മുടെ അല്ലു. നന്നായിട്ട് നക്കി തുടച്ച് വൃത്തിയാക്കി ശരിക്കും ഒരു മണിക്കൂറൊന്നല്ല അവൾ ചിലപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി ഇരിക്കുക. അത്രയും ടൈം ഇരിക്കും അവള്. ഇനി നമ്മൾ ഈ ചക്കയുണ്ടല്ലോ മിക്സിയിലിട്ടിട്ട്, ചക്കയല്ല ചക്കച്ചുള മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് അടിച്ചിപ്പോൾ വെക്കും. ഇപ്പം തന്നെ ഉണ്ടാക്കാൻ നിൽക്കണില്ല. നമുക്ക് പറമ്പിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ചക്ക വരട്ടാൻ വേണ്ടി നിൽക്കുള്ളൂ കേട്ടോ. കൊണ്ടുവച്ചിട്ട് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കും വേണം. നമ്മളിനി അവിടുത്തെ പറമ്പിലേക്ക് പോവാം. കാരണം നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു ചെടി കാട്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ ഇങ്ങനെ നമുക്കങ്ങനെ കാണില്ല. പണ്ടൊക്കെ നമ്മുടെ വീടുകളുടെ എന്താ പറയുക വേലിവക്കിൽ ആണ് ഇങ്ങനത്തെ ഈ പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. കണ്ട ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടാനില്ല. നഴ്സറിയിൽ പോലും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത ഒരു ചേച്ചിയാണ് എനിക്കിതിനൊരു കൊമ്പ് തന്നത്. വയലറ്റ് കോളാമ്പി. കണ്ട എന്തൊരു ഭംഗിയത്. യെല്ലോ. ഇപ്പോൾ നമ്മളെല്ലാവരും മഞ്ഞ കോളാമ്പിയുമല്ലേ. പക്ഷേ ഈ പൂവ് എത്ര പേരെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ എവിടെയും കാണാനില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇത് വർക്കറ്റ് പോണ ഒരു ചെടിയാണ്. പക്ഷെ നമ്മളതിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇത് നിറച്ച് പൂവാണ്. ഇതൊക്കെ മുട്ടാട്ടാ. അപ്പോൾ ഇങ്ങനെ പുഷ് പോലെ വെട്ടി നിർത്തുകയാണ്. അങ്ങനെ പുഷ് പോലെ വെട്ടി നിർത്തുമ്പോൾ ഇവരിങ്ങനെ കാട് പിടിക്കാണ്ട് ഒരു ഇങ്ങനെ നിന്ന് നിറച്ച് പൂവായി തുടങ്ങും. ഇപ്പോൾ ഇത് അടിയിൽ കണ്ട നിറച്ച് പൂവ് നോക്കിയാൽ എല്ലാ ദിവസവും വിരിയും പൂവ്. ഇതേ അടിയിലൊക്കെ കൊഴിഞ്ഞു കൊടുക്കുന്നത് കണ്ട. അപ്പോൾ ഈ ഒരു കോളാമ്പി ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ച സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാളെ എനിക്ക് ഒരു ചേച്ചി ചോദിച്ചു, സ്മിത പണ്ടൊരു വയലറ്റ് പൂവ് നമ്മുടെ പഴയ കാലത്തെ പൂവ് ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്തൊരു വീഡിയോ വരുമ്പോൾ അതിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, ഇനി നമുക്ക് ആ പറമ്പിലേക്ക് പോവാം. ഇന്നാളെ തെങ്ങ് കയറിയല്ലുള്ളൂ. ഇതേ അപ്പളേക്ക് ഇതേ പട്ടകൾ വീണ് തുടങ്ങിയിട്ടാ. പെട്ടെന്ന് പട്ടകളൊക്കെ ഇങ്ങനെ വീഴും തോന്നുന്നു. ഈ ഒരു മഴയുടെ കാലാവസ്ഥയിൽ എനിക്കറിയില്ല. അപ്പോൾ ഇതാ വീണ് എടുക്കുന്നുണ്ട്. ഇപ്പം ഈ തെങ്ങിൻ്റെ കടക്കിലും വീണിട്ടുണ്ട്. ഇതേ അതേപോലെ തന്നെ അവിടെയും 2 പട്ട വീണെടുക്കുന്നുണ്ട്. ആ തെങ്ങിൻ്റെ കടക്കിലും. ഇത് പിന്നെ നമ്മുടെ പനേര പട്ടയാട്ടാ ഈ വീണിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നിൽക്കണ വലിയ പനേര പട്ട, അതൊരു തെങ്ങും പട്ട. അപ്പോൾ ഇനി പണിക്ക് കുറവൊന്നുമില്ല. ഇങ്ങനെ ചുറ്റുപാട്ടം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ. നമ്മുടെ ഈ മുള വെട്ടിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല കുറ്റിയൊക്കെ ഇല്ല നമ്മൾ വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കി നല്ല അതും കൂമ്പിട് തുടങ്ങിയിട്ടാ. ഇനി ഇതെല്ലാം കൂമ്പിടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതങ്ങനെ ആകുമ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് പോവാം. അയ്യോട്ടാ. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് നമ്മുടെ ഈ പറമ്പിലേക്ക് വരുമ്പോൾ ഈ റോട്ടിൽ നിറച്ച് വെള്ളം കെട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും കമൻറ്റ് വന്നു അതിലെന്തെങ്കിലുമൊക്കെ ഒന്നും അടിക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കൽ പോവില്ലേന്ന്. അപ്പോൾ ഈ വർഷമാകുമ്പോഴേക്ക് നമ്മൾ നോക്കി അതിൽ അത്യാവശ്യം മണ്ണൊക്കെ അടിച്ചു. ഇപ്പോൾ വെള്ളം ഇല്ലാണ്ട് സുഖമായി നടന്നു വരാട്ടാ. കണ്ട ഷായേട്ടൻ ഇങ്ങനെ പറമ്പിൽ എപ്പോഴും കളയ്ക്കലും ഒക്കെ ചെയ്യണ കാരണമാണ്, പുല്ലിച്ചത്തലൊക്കെ ചെയ്യണ കാരണമായിട്ടാണ് നമ്മുടെ പറമ്പ് നമ്മളിങ്ങനെ പുല്ലൊന്നും ഇല്ലാതെ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി വരുന്നതിനനുസരിച്ച് അപ്പുറത്തെ ഭാഗത്ത് പുല്ലായി തുടങ്ങും. പക്ഷേ ഷായേട്ടൻ എന്നെന്ന് പറയണ പോലെ ദിവസം ഇങ്ങനെ കളച്ച് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കണ്ട കുറച്ച് ചരിലുള്ള ഭാഗമൊക്കെ ആയിരുന്നു. അതൊക്കെ പതുക്കെ ചെത്തി നീക്കി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടാട്ടെ ഷായേട്ടൻ. അങ്ങനെ ഓരോ ഭാഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഷായേട്ടൻ. അപ്പോൾ ഷായേട്ടൻ എനിക്ക് മാങ്ങ പൊട്ടിക്കണം, അതിനാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ചുകൂടി ഉണ്ടല്ലേ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പട്ടയ്ക്കും കൊണ്ടുവന്നിട്ട് കത്തിക്കൂട്ടാ. കാരണം അപ്പോൾ അത്യാവശ്യം വെണ്ണീറൊക്കെ നമുക്ക് ഈ പറമ്പിലേക്കുള്ളത് അങ്ങനെ കിട്ടും.
ഇപ്പം ഈ ഒരു ഭാഗത്ത് കണ്ട നമ്മുടെ ചേനയുടെ ഭാഗമൊക്കെ നല്ല വൃത്തിയിലായിട്ട് നിൽക്കണേ, പുല്ലൊന്നുമില്ല. നമ്മളോട് കുറേ പേര് ചോദിച്ചു, ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ പൊതിനിയുടെ ഇടയിൽ പുല്ല് വലിച്ച് കളയുന്നത് കണ്ടപ്പോഴാണ് എങ്ങനെയാണ് സ്മിത പൊതിനി നിങ്ങൾ നടണേന്നുള്ളത്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ പൊതിനി ഇവിടെ എന്താ പറയുക 1-2 വർഷമായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ നമ്മൾ മഴക്കാലം അത്ര അങ്ങോട്ട് നല്ലതല്ല പൊതിനിക്ക്, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇവരെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോട്ടാ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലം ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് കുറച്ച് ഉള്ളിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാട്ടിത്തരുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ വേരുകളിൽ നിന്ന് തന്നെ പൊടിച്ച് വരാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിതാ നല്ല നീളത്തിലാണ് പൊതിനയുടെ കൊമ്പുകൾ ഇങ്ങനെ മുറിച്ചെടുക്കുക. നല്ല നീളമുള്ള വള്ളികൾ നോക്കിയിട്ടെടുക്കും. പിന്നെ പൊതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നുള്ളി കൊണ്ടേ ഇരിക്കണം കേട്ടാ. അപ്പോഴാണ് ഇവര് പെട്ടെന്ന് പൊട്ടിച്ചനിച്ചുണ്ടാവുക. അപ്പോൾ ഇത് എത്ര എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ മുന്നേ നട്ട് ഇപ്പം എല്ലാവരും ചോദിച്ചപ്പോൾ നമ്മൾ മുന്നേ നട്ടേൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടി മണ്ണ് ഷായിട്ട് എനിക്ക് ഇട്ട് വന്നിരിക്കുകയാണ് നടാൻ വേണ്ടിയിട്ട്. ഇതാ ഇത് വേണ്ട, ഇത് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ മഴയുടെ ഈ സീസൺ ആയപ്പോൾ നട്ടിട്ടുള്ളതാണ്. കാരണം പുതിയതായിട്ട് നമ്മൾ നുള്ളി നട്ടത്. അപ്പോൾ ഇത് നട്ടപ്പോൾ നോക്കണ്ട, നമ്മൾ ഹൈറ്റിൽ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ഇട്ട് നോക്കുക കൂമ്പാരാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വലുതായി വരുന്നതിനനുസരിച്ച് കണ്ട വേര് നോക്കിയേ, വേര് ഇറങ്ങണണ്ട അല്ലേ. അപ്പോൾ ഇവർ വലുതായി വരുന്നതനുസരിച്ച് ഇങ്ങനെ വീണ് തുടങ്ങും. അപ്പോൾ അവിടെയൊക്കെ വേര് പിടിക്കും, എന്നിട്ട് അവിടെ നിന്നൊക്കെ പൊട്ടിച്ചനിക്കും. അപ്പോൾ ഇങ്ങനെ കൂമ്പാരാക്കി എപ്പോഴും നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നടുമ്പോഴായാലും ഞാനിങ്ങനെ കണ്ട ഇങ്ങനെ കെടുത്തിങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ കെടുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കണേ. അപ്പോൾ ഇവർക്ക് ഈ ഓരോ എക്കിന്നും വേരിറങ്ങും. അപ്പം അതാണ് പൊതിനി നമ്മളിവിടെ ചെയ്യണത് കേട്ടാ. അപ്പോൾ പുതിയ പെട്ടെന്ന് തന്നെ പൊടിച്ച് വരും. ഈ എക്കുമ്മയ്ക്ക് കൂടുതൽ മണ്ണിട്ടാൽ മതി, ഈ എക്ക് ഭാഗത്തേക്ക്. അപ്പോൾ ഈ ഒരു എക്കിലേക്ക് കുറച്ച് മണ്ണിട്ടു, അതേപോലെ ഇവിടെ ഒരു എക്കുമ്മയ്ക്ക് മണ്ണിട്ടു. അപ്പോൾ അവിടെയൊക്കെ വേരിറങ്ങും, അപ്പോൾ വേഗം പൊടിക്കും. ഞാനിത് വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഞാൻ കാട്ടി തരുന്നുണ്ടാ. ഇതിങ്ങനെ പൊട്ടി ചനച്ച് ഇങ്ങനെ നിൽക്കണത്. ഇത്രേ ഉള്ളൂ നമ്മുടെ പൊതിന് വയ്ക്കാനായിട്ട്. ഭയങ്കര സിമ്പിളാണ്. പിന്നെ വെള്ളം കെട്ടി നിൽക്കരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം ഇങ്ങനെ വാർന്ന് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതേപോലെ മണ്ണ് ഇട്ടിട്ട് വെച്ചാൽ മതി കേട്ടാ. പൊതിന് വേണ്ടായി കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് മാങ്ങ പൊട്ടിക്കാം. അപ്പം നോക്കി നമ്മുടെ ഈ എന്താ പറയുക, പ്ലിയൂരല്ല, നമ്മുടെ ഈ മൂവാണ്ടുമ്പോൾ നമ്മൾ എത്ര വട്ടാല മാങ്ങ പൊട്ടിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമുക്ക് മാങ്ങയുണ്ട് കേട്ടാ. ഇപ്രാവശ്യം നമ്മൾ എന്താ പറയുക, താഴത്തുള്ളതൊക്കെ ഒരുവിധം പൊട്ടിക്കാന്ന് വെച്ചിട്ടിരിക്കണേ ലേശായിട്ടാ. മാങ്ങയുടെ വില അറിയില്ലപ്പോ. മാങ്ങയ്ക്ക് എന്ത് വില ഉണ്ടാവാ പോലെ. മാവിൻ്റെ മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നന്നായിട്ട് മാങ്ങിയിട്ട് നമ്മുടെ എന്താ പറയുക, അവിടത്തേക്ക് നമുക്കൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. എങ്കിൽ തോട്ടി എത്തനോടത്ത് ഒരു വിധമൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കാരണം കുറേ പേർക്ക് ഇപ്പോൾ മാങ്ങില്ലല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ.
പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ മഴക്കാലത്ത് ഈ മാങ്ങയമ്മ ചെറിയ കരിമ്പം പോലെ കണ്ട അത് ഈ മഴക്കാലത്ത് ഇങ്ങനെ ഉണ്ടാവണതാട്ടോ. ഈ മാങ്ങയമ്മല്ല മാങ്ങയമ്മ ഉണ്ടാവും എപ്പോഴും ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്യണമായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങകളായിട്ട് നമ്മുടെ കണ്ട. അപ്പം ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം നമ്മൾ കൊട്ടേരെ പൊട്ടിച്ചു. ഇനിയിപ്പോൾ ഈ ഒരു കൊട്ട നിറവ് പൊട്ടിക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുളത്തില്ലേ ഒരാള് നമ്മൾ മാങ്ങ പൊട്ടിക്കൽ നിർത്തിയിട്ടാ. നമ്മൾ പറഞ്ഞപ്പോൾ അല്ലതാ ഒരു കൊട്ട മാങ്ങയാണ് നമ്മൾ പൊട്ടിച്ചോണേ. ഈ മാങ്ങ എല്ലാം ഒന്ന് പഴുപ്പിക്കാനേ പറ്റുള്ളൂ കേട്ടാ. നല്ല ചനച്ചു തുടങ്ങിയൊരു ടൈമാണ്. എന്താ എത്രയും പൊട്ടിച്ചു നമ്മള്. ആ തോട്ടിയുടെ വില നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്. ലക്ഷമായിട്ട് നമ്മളന്ന് മേടിക്കുമ്പോ എത്രയായിരുന്നു? നമ്മളിത് മേടിച്ചിട്ടേ ഒരു 3-4 കൊല്ലായി. അപ്പൊ അന്ന് 2500 തോന്നുന്നുണ്ട് വില. ഇപ്പൊക്കെ കൂടിണ്ടാവും ഈ വില ഇതിന്. എന്നാലും നല്ല സുഖാട്ടാ. എത്ര ചെറുതാക്കി കൊണ്ടുപോകാൻ പൂവും ചെയ്യാം. ഇത്ര കാലം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇത്ര 2 വർഷമല്ലേ ചേട്ടാ. ഒരു കംപ്ലൈന്റും ഇല്ല ചേട്ടാ. നമ്മുടെ തോട്ടിക്ക് വേണ്ട വല ഊരി വയ്ക്കാൻ. ഇനി ഇതിന് മേടിക്കുമ്പോ ഒരു അരിവാള് കിട്ടും, ഒരു മറ്റേ കണച്ചുള്ള ഒരു ഇത് കിട്ടും. അങ്ങനെ 3 തരമായിട്ട് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ അഗ്രോ ബസാറിൽ കിട്ടും. വേണ്ട അത്രയുള്ള തോട്ടി. മറ്റേത് ഒരു പ്ലാസ്റ്റിക് കവറിങ് ഒക്കെ ഉണ്ട്. ഇതുമേ ഇങ്ങനെ കയറ്റിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒതുക്കി ഒരു ഭാഗത്ത് വെക്കാം നമുക്ക്. പോലെ അങ്ങനെ നല്ലതല്ലേ. അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാട്ടാ. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടാ. ലതാ മുരളി ഹായ് ലതേച്ചി. റാംലറ്റ് സൈദു ഹായ് റാംലേച്ചി. ബിന്ദു രവീന്ദ്രൻ ഹായ് ബിന്ദേച്ചി. രമാചന്ദ്രൻ ഹായ് രമേച്ചി. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. ആയോട്ടാ. ഞാനുണ്ടല്ലോ നോക്കിയേ നമ്മുടെ ചക്ക ജാറിലിട്ട് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിതാ തീ കത്തിച്ച് ഒരു ഉരുളി ഇതാ അടുപ്പമ്മ കയറ്റി ഇതാ ഉരുളി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ ആദ്യം ചെയ്യണത് 2 ടീസ്പൂൺ നമ്മൾ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് അത്യാവശ്യം നന്നായി വേണം കേട്ടോ. ഇപ്പം നമ്മൾ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണുള്ളൂ. നെയ്യ് ഒന്നും ഉരുകി വരട്ടെ കേട്ടോ. നമ്മൾ നെയ്യ് നോക്കിയേ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നോക്കിയേ നമ്മൾ ഈ അടിച്ചുകൊണ്ട് നമ്മുടെ ചക്ക ഉണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ നമ്മുടെ ഈ ചക്കയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. എങ്കിലും നമ്മൾ കുറച്ച് ശർക്കരയ്ക്ക് ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണ പോലെ നല്ല രസത്തിലിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയാൽ ഒരു 300 അടുക്കി ബെല്ലം എടുത്തിട്ടുണ്ട്. അതിലേക്കിതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചക്ക തിളച്ച വരുന്നോട് കൂടി തന്നെ നമ്മുടെ ഈ ബെല്ലം ഉരുകി കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ബെല്ലം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ മറയൂർ ശർക്കരയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ കരടുകളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് സാധാരണ ബെല്ലാണെങ്കിൽ നമ്മളത് ഉരുക്കിയിട്ട് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നമ്മളിനി തുടക്കമൊന്നും നമ്മുടെ കയ്യമ്മയ്ക്ക് പൊട്ടിത്തെറിക്കൊന്നുമില്ല. ഈ ചക്കയിലത്തെ എന്താ പറയുക നന്നായി ചൂടൊക്കെ ആയി വരില്ലേ, അപ്പോൾ പൊട്ടിത്തെറിച്ച് തുടങ്ങും. അപ്പോൾ എപ്പോഴും ഒരു മിനിമം അകലെ നിന്നിട്ട് വേണ്ടി വരും നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പം നമുക്ക് അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഇളക്കാം. ഇപ്പം നോക്കിയേ നമ്മുടെ ചക്ക തിളച്ച് വരുന്നതിനനുസരിച്ച് കണ്ട ബെല്ലം ഉരുകി വരുന്നേ. അങ്ങനെ ഒരു എളുപ്പം കൂടി ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക കരടുള്ള ബെല്ലൊക്കെ കിട്ടണ കാരണമായിരുന്നു നമ്മളിങ്ങനെ ബെല്ലം ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആദ്യമൊക്കെ നമ്മുടെ അമ്മമാരെ ചക്ക വേവിച്ചിട്ട് അതിന് ശേഷമാണ് ഉള്ളിലിട്ടിരുന്നത്. ഇപ്പം നമുക്ക് മിക്സിങ് സൗകര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് നമ്മൾ ചക്കച്ചുള വേവിക്കാണ്ട് മിക്സിയിലിട്ട് അടിച്ച് ഇതിലേക്ക് ഇട്ടുന്നത് കേട്ടോ. അങ്ങനെ കുറേ എളുപ്പങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ചക്ക വരട്ടുമ്പോൾ.
നമ്മുടെ ഈ ചക്ക വരട്ടണതില്ലേ, വരട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കൈയൊക്കെ നന്നായിട്ട് കഴച്ച് പൊട്ടും. പക്ഷേ കഴിക്കണ നേരത്തില്ലേ ഇതൊക്കെ മറന്ന് നമ്മൾ കഴിക്കും. അതാണ് ഈ ചക്ക വരട്ടേണ്ട ഒരു പ്രത്യേകത. കാരണം അത്രയും ടേസ്റ്റ് ആയിരിക്കുന്നു. ഇപ്പം നോക്കിയേ, നമ്മുടെ ഈ ചക്കയിലത്തതാ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കണ്ട. മുന്നിട്ട പോലെയല്ല, കുറച്ചിട്ടാ, ഇനിയും കുറേ നേരം വേണം. പിന്നെ ഒരുവിധം ആശ്വസിക്കാനുള്ള അത്രയും വെള്ളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. കണ്ട, നമുക്കിങ്ങനെ ഉരുളിയിൽ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അറിയാം. ആ കുറച്ച് വെള്ളം വറ്റിയതിൻ്റെയാണ് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുങ്ങി കിട്ടുന്നത്. കാരണം അടിയെ പിടിക്കാൻ പാടില്ല. അതാണ് നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കണമെന്ന് പറയണത് കേട്ടാ. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ചക്ക വരട്ടിയിട്ട് ഇതാ ഇത് എത്രയായിട്ടാ. ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് വെള്ളം വറ്റുന്നതിനനുസരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇപ്പോൾ നോക്കിയേ, ഇത്ര നേരം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ, കണ്ട ഇത്രയ്ക്കായിട്ടാ. അപ്പം ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് പറയണു, നോക്കിയാൽ എത്രയായിരുന്നു. അപ്പോൾ അതായത് ചക്ക വരട്ടാൻ നിൽക്കണവർക്കൊരു ക്ഷമ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇത്രയ്ക്കായിട്ടുള്ളൂ എന്ന് പറയണേ. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് നമ്മുടെ ഈ ചക്ക വരട്ടണത്. പിന്നെ ഇതേപോലെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാം. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ബെല്ലം ഉരുക്കിയിട്ടോ അല്ലെങ്കിൽ നല്ല ബെല്ലാണെങ്കിൽ നേരിട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ആയി വന്നപ്പോൾ നമ്മളതിലേക്ക് ചെയ്യണത് ഞാൻ പറഞ്ഞില്ല, നെയ്യൊക്കെ ഇത്തിരി കൂടുതലിട്ടാലേ നമുക്കിതൊരു വർഷത്തോളം കേടാവാതിരിക്കും. അപ്പം ഞാനിത് കുറച്ചും കൂടി നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റും കൂടും, അതേപോലെ കേടാവാതിരിക്കാനും കൂടിയാണ് നമ്മൾ കൂടുതൽ നെയ്യൊക്കെ ഇട്ടിട്ട് ആക്കണത് കേട്ടോ. കണ്ട, നെയ്യൊക്കെ വരുമ്പോൾ നമ്മുടെ ചക്ക വരട്ടി വരുന്നതിനനുസരിച്ച് ഇത് ഉരുളിയിൽ കിടന്ന് ഇങ്ങനെ ഓടും. അപ്പോൾ അതായത് ഉരുളിയിലൊന്നും തീരെ പിടിക്കില്ല. ആ രീതിയിലായി കിട്ടും നമുക്ക്. ഇതേപോലെ അങ്ങനെ ഉരുട്ടി എടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് എന്താ പറയുക ചക്ക എടുക്കണ പാകം. ഇപ്പോഴും ആയിട്ടില്ല, കുറച്ചും കൂടി വറ്റണം കേട്ടോ. നമ്മുടെ ചക്കയിലത്തെ വെള്ളം കുറച്ചും കൂടി ഉണ്ട്. ചക്ക നോക്കിയാൽ വരട്ടി ഏതാണ്ട് ഈ ഒരു രൂപത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുണ്ടല്ലോ 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം ചുക്ക്, ഒരു 5 ഏലക്കായ, 1 ടീസ്പൂണ് നമ്മുടെ ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഞാനിത് പൊടിച്ച് നോക്കണത്. അപ്പോൾ അതായത് ടീസ്പൂൺ പഞ്ചസാര ഇടാൻ കാരണമുണ്ട്, ഇത് പൊടിക്കാനായിട്ട് എളുപ്പത്തിനാണ്, വേഗം പൊടിഞ്ഞു കിട്ടും. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ചക്ക വരട്ടി കഴിയുമ്പോഴേ നമുക്ക് ഉണ്ടല്ലോ അലുവ കഴിക്കില്ലേ, ആ ഒരു അതേപോലെ തോന്നാട്ടോ. അത്ര രസമായിരിക്കും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ഏതാണ്ടായി. ഇനിയിപ്പോൾ അധിക സമയമൊന്നും ഇല്ല, ഒരു 5 മിനിറ്റും കൂടി നേരം കണ്ട. ഇപ്പോൾ ഇതിലാക്കുമ്പോൾ കണ്ട നമ്മുടെ ഉള്ളിലൊന്നും ഇങ്ങനെ പിടിക്കാണ്ടായി തുടങ്ങി. കണ്ട, നമുക്ക് ഇളക്കുമ്പോഴേ അറിയാം അത് ഓടി നടന്നു തുടങ്ങി. കണ്ട, അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നേരമാണ് ഞാനിങ്ങനെ ഒന്ന് ആക്കിയെടുക്കുള്ളൂ കേട്ടോ. നമ്മുടെ നോക്കിയേ ചക്ക വരട്ടിയത് അതാ റെഡി ആയിട്ടാ. കണ്ട, നല്ല ഇങ്ങനെ ഉരുണ്ട് കിട്ടുന്നുണ്ട് നമുക്കിങ്ങനെ ആക്കുമ്പോൾ. ഇത്രേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാട്ടാ. നമുക്കിങ്ങനെ ഉരുട്ടുമ്പോൾ കണ്ട ഇതാണ് പാകം. ചക്ക വരട്ടി ആയെന്നുള്ളതിൻ്റെ കേട്ടാ. നമുക്ക് ഗ്യാസ് ഇതാ ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഞാനിത് 2 കിണ്ണോ ഒരു ചെറിയ ഡെവറൊക്കെ എടുത്തിട്ടുണ്ട്. ഏതിലേക്കൊക്കെ ഉണ്ടാവാമെന്നൊന്നും അറിയില്ല കേട്ടാ. അപ്പോൾ ഇതിൽ നെയ്യ് നമ്മൾ ഓൾറെഡി ഉണ്ട്. എങ്കിലും ഞാൻ നമ്മുടെ ഈ പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
അപ്പോൾ അതായത് ഒരു അലുവ പോലെ എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാട്ടാ തുണ്ട് നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ചൂടോടുകൂടി തന്നെ നമുക്ക് പാത്രത്തിക്കതേ വയ്ക്കുക. എന്ത് രസമല്ലോ, കഷ്ണം എണ്ണ പോലെ ആട്ടാ. എന്നിട്ട് ഞാനിതാ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആ ടീസ്പൂൺ കൊണ്ട് നോക്കിയാൽ എനിക്ക് നീക്കി പിടിക്കണ്ടേ, ഇങ്ങനെ ആക്കിയാൽ മതി. എന്ത് ഭംഗിയാന്ന് നോക്കിയേ ആയി വരുമ്പോൾ. ഇനി ഇതിലെന്നെ ഇങ്ങനെ ഇരുന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ തന്നെ എടുക്കാൻ കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇത് ഒരു വർഷം വരെ ഇതിങ്ങനെ കേടാവാതിരിക്കും, അങ്ങനെയും ഉണ്ട്. നമ്മളിപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ള കാരണം നമ്മൾ എന്ത് ചെയ്യും, ചൂടാറി കഴിഞ്ഞാൽ നേരെ ഫ്രിഡ്ജിൽ വയ്ക്കും. പണ്ടൊന്നും അമ്മമാർ ഇത് പുറത്ത് തന്നെയാണ് വെക്കുക, ഒരു കേടും വരില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇതാ റെഡി ആയിട്ടാ. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഞാൻ ഒരു ചെറുതായിട്ടൊരു കിണ്ണത്തിൽ നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ശരിക്കും നെയ്യ് പുരട്ടണ്ട, കാരണം നമ്മുടെ ഈ ഇതിൽ അത്യാവശ്യം നെയ്യ് ഇട്ടിട്ടുള്ള കാരണം എന്നാലും ഇടാം, നമുക്ക് ഒരു ധൈര്യത്തിന് പിടിക്കാതിരിക്കുമല്ലോ എന്നുള്ളൊരു ഇത്. അതും അതേപോലെ തന്നെ നമുക്ക് കിണ്ണത്തിൽ ടീസ്പൂണുണ്ട്. അല്ലുവാ നോക്കിയാൽ അല്ലു എത്ര നേരം എന്ന് പറയാം, ഞാൻ ചക്ക പറിക്കുമ്പോൾ തൊട്ട് ഈ ഭാഗത്ത് ചുറ്റിപ്പറ്റിയിരിക്കണത് അവള്. മഴ പെയ്തപ്പോൾ നീങ്ങിപ്പോയതാ. അപ്പം ഞാനൊരു കിണ്ണത്തിലേക്കുള്ളതും അതേപോലെ ഒരു ഡെവറയിലേക്കുള്ളതും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ ഞാനിതാ ഈ ഒരു കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഒരു സാധനം കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മളുണ്ടല്ലോ നമ്മുടെ ചക്ക കൊണ്ടുള്ള അത് ചക്ക വരട്ടിയിട്ട് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നീക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളേരൊക്കെ ഒന്ന് ചെരുകി എടുത്തിട്ട് വരട്ടെ, അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഞാനുണ്ടല്ലോ ചക്ക കൊണ്ടുള്ള കോഴിക്കോട്ടയാണ് ഇനി ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് നോക്കിയാൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മളൊരു 2 ഗ്ലാസിൻ്റെ അടിക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത്രയും വെള്ളം വേണ്ടി വരില്ല കേട്ടോ. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ മതിയാവും നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ ഈ പൊടിയിലേക്ക് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പത്തിരിയിലേക്കൊക്കെ വേണ്ടിയിട്ട് പൊടി നന്നായി വേവിക്കില്ലേ, ആ രീതിയിലാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം എടുത്ത കാരണം എനിക്ക് കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമായ കാരണം തന്നെ പൊടിയിൽ കിടന്നിട്ട് വെന്ത് കിട്ടും നമ്മുടെ ഈ പൊടി വെള്ളത്തിൽ. 1 ടീസ്പൂൺ കൊണ്ട് നോക്കി നന്നായി ഇളക്കി കൊടുത്താൽ അപ്പോൾ നമ്മുടെ പൊടി നന്നായി നനഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയിട്ട്, അത് ചൂടാറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി പിടിക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളരുത്. അത്രയും ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഈ പൊടി കുഴച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ നോക്കി കുറച്ച് നാളികേരം ചെരുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെരുകിയ നാളികേരം നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി നല്ലോണം ഒരു മുറിയേക്കാളും കൂടുതൽ നാളികേരം ചെരുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നെയ്യിൽ വറുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഈ നാളികേരം ഈ ചക്ക വരട്ടിയതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്ക വരട്ടിയത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോഴിക്കോട്ട ഉണ്ടാക്കാനും അതേപോലെ തന്നെ ചക്കട ഉണ്ടാക്കാൻ അതേപോലെ തന്നെ ചക്ക പായസം ഉണ്ടാക്കാൻ ഇതിനൊക്കെയാണ് ഈ ചക്ക വരട്ടിയത് നമ്മൾ ഉപയോഗിക്കുക. കാരണം ചക്കയൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്കിങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഓരോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂട്ടോ. ഇതാ നാളികേരോ നമ്മുടെ ചക്ക വരട്ടിയതും ഒക്കെ കൂടിയിട്ട് നോക്കി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇനിയിപ്പോൾ നമ്മുടെ പൊടി ചൂടാറിയോ നോക്കട്ടെ കേട്ടോ. ഞാൻ നമ്മുടെ പൊടി
അത്യാവശ്യം നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പിടിക്കാവുന്ന രീതിയിൽ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടി ഇങ്ങനെ കുഴച്ച് കൊടുക്കണം നമ്മൾ ആദ്യം. നമ്മുടെ പത്തിരിയിലേക്ക് വയ്ക്കും കുഴക്കിയിട്ട് അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. പത്തിരി നൂലപ്പത്തിരിയൊക്കെ നമ്മൾ ആക്കിയില്ല, നന്നായി പൊടി വേവിച്ചിട്ട് ആ രീതിയിൽ തന്നെ ഇങ്ങനെ നന്നായിട്ട് അമർത്തി കുഴച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴികൾ നന്നായിട്ട് മത്സരിച്ചിട്ട് കൂവണുണ്ട്, എന്താണാവോ. ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് അത്യാവശ്യം ഒരു ബോൾ പോലത്തെ പൊടി എടുക്കുക. അപ്പോൾ നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കൈമ പിടിക്കാതിരിക്കും. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് ഈ കൈ ഞാൻ നനയ്ക്കേണ്ടിട്ട് 2 കൈ വേണം. എന്നിട്ട് നമ്മളിതാ ഉള്ളിലേക്ക് വിരലുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ കുഴിയാക്കി എടുക്കണം. നല്ല കനം കുറവിൽ ആക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടാ. എന്താ കോഴിക്കോട്ടെ നമ്മൾ സാധാരണ ഉണ്ടാക്കില്ലേ അതേ സിസ്റ്റം തന്നെ. ഇത് നമ്മൾ ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കണമെന്നുള്ളൂ കേട്ടാ. പക്ഷെ ടേസ്റ്റ് രണ്ടിനും 2 തരമാണ്. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇതിൽ വെക്കുക. എന്നിട്ടിതാ ഭംഗിയിൽ ഉരുട്ടിയെടുക്കുക നമ്മൾ. എന്നിട്ട് നമ്മുടെ ഇതിൽ ആവി വന്നു തുടങ്ങിയിട്ടില്ല എങ്കിലും ചെറുതായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. നമ്മുടെ ലാസ്റ്റത്തെ കേട്ടാ. അപ്പോൾ നമ്മൾ 6 എണ്ണം വെക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 എണ്ണത്തിനും കൂടി ഉള്ളതുണ്ട് നമുക്ക്. ഇനി നമുക്കിതാ മൂടി വയ്ക്കാം കേട്ടോ. തീ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ മൂടി തുറന്ന് നോക്കാം കേട്ടോ, എന്തോ നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു ടീസ്പൂൺ പോലത്തെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഇതിമേ ആവണില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടൊക്കെ ഉണ്ട് കേട്ടോ, എങ്കിലും ഞാൻ വേഗം മാറ്റി കൊടുക്കണതാണ്. അപ്പോൾ നമ്മുടെ ചക്ക കൊണ്ടുള്ള കോഴിക്കട്ട റെഡിയായി. ഇനി നമ്മുടെ ചക്ക വരട്ടിയതൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. നമുക്കൊന്ന് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ വീതിയുള്ളൊരു ടീസ്പൂണിൻ്റെ ഭാഗം കേട്ടോ, ഈ പിടിക്കുന്ന ഭാഗം. അപ്പോൾ നോക്കിയേ ഉണ്ടാ ഇങ്ങനെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി അതേപോലെ തന്നെ ഇത് എടുത്ത് നോക്കാം കേട്ടോ. ഞാനിതൊരു പ്ലേറ്റ് എടുക്കട്ടെ ആദ്യം. നോക്കിയേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചക്ക വരട്ടിയതും അതേപോലെ കോഴിക്കോട്ടൊക്കെ ചക്ക ഉണ്ടെങ്കിൽ അന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ഷായറ്റിനെ വിളിക്കട്ടെ കേട്ടോ. അയ്യോ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. ഷായറ്റിനെ വിളിക്കണേക്കാളും മുന്നേ നമ്മുടെ അല്ലു ഉണ്ടല്ലോ, നോക്കിയേ ഇവിടെ ഇരിക്കണേ. അല്ലുവിൻ്റെ സ്നേഹം എടുത്ത് പറയുന്നത് വേണം കേട്ടോ. കണ്ട ഇപ്പം നമുക്കറിയാം ചക്ക വെട്ടി പറിച്ച് അത് വരട്ടി എടുത്ത് വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നിസ്സാര ടൈമല്ല, കുറച്ച് കൂടുതൽ ടൈം തന്നെ വേണം.
അത്രയും ടൈം അവള് നമ്മളെ ചുറ്റുപറ്റി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ആള്. അല്ലോ ഇനി ഞാൻ ഷായറിനെ വിളിച്ചിട്ട് വരട്ടെട്ടാ. ഒരു കട്ടൻ ചായ കേട്ട് വന്നത്. എന്താ രസം കാണാൻ തന്നെ. അടിപൊളി സാധനം കേട്ടോ അത്. ഇതൊന്നും ഇപ്പം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെ. അത്ര രസമായിട്ടുള്ളത് കേട്ടാ. പിന്നെ ഒരു കാര്യം ഇതും കൂടി കൊടുക്കട്ടെ, സ്മിതയുടെ അഭിപ്രായം കൂടിയും ചോദിക്കാം. ഇനിയില്ലേ ഈ വർഷത്തെ ഞങ്ങളുടെ ചക്ക കൊണ്ടുള്ള ചക്കലുവ, അതുമാതിരി ചക്ക വരട്ടിയത്, ഇതൊക്കെ ഇനി അടുത്ത വർഷം കാണാൻ പറ്റുള്ളൂ കേട്ടാ. അല്ല അടുത്ത വർഷമല്ലേ ഇനി ഉണ്ടല്ലോ. അത്ര രസമാണത് ശരിക്കും. പിന്നെ ഇത് കൊഴുക്കട്ട ഞങ്ങളവിടെ കോഴിക്കട്ട എന്ന് പറയും, നീട്ടി പറയും. അതാ അതന്നെ, അങ്ങനെ ഒരു തെറ്റല്ല, നമ്മൾ ആ ഒരു ഒഴുക്കല്ല അങ്ങനത്തെ ഒരു സംസ്കാരം വരും പെട്ടെന്ന്. ഇത് അടിപൊളിയാട്ടാ, അത്ര രസം തന്നെയാ ഇതും. അല്ലേ? അപ്പം എല്ലാവരും ഇതും കൂടി നോക്കിയോളൂട്ടാ. ഇനി ചക്ക കിട്ടാൻ പാടാവും, ബുദ്ധിമുട്ടാവും. മഴ പെയ്ത് ഒക്കെ മുള വന്ന് തുടങ്ങിണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിണ്ടാവും. പക്ഷെ നമ്മുടെ വിയറ്റ്നാമിലെ ചക്ക പൊടിഞ്ഞു തുടങ്ങിയില്ലേ ചേട്ടാ? അത് ചെറിയ ചക്കകളായി തുടങ്ങി. അപ്പൊ വിയറ്റ്നാമിൽ കൊല്ലത്തില് 3 പ്രാവശ്യമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശരിയായിട്ട് നമുക്ക് ഫസ്റ്റിലുണ്ടായി, ഇപ്പൊ വീണ്ടും പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടിട്ടാ.